നമ്പൂരാരുടെ ഇടയില് ആഠ്യത്വം പ്രഭുത്വം രണ്ടും ഈ പാലക്കുന്നത്തെ കഴിച്ചേ ഉള്ളൂ. വരാ വരാ. ഞാൻ മുല്ലശ്ശേരി. മനസ്സിലായി മനസ്സിലായി. കൃഷ്ണ ചെല്ലത്തിലല്ല ഇല്ലേ നോക്കി നോക്കണ്ടോ? എല്ലാം ഉണ്ട്. ജ്യേഷ്ഠന്റെ മൂത്ത മകനാണ് കൃഷ്ണ. വരാ ഇരിക്കാം. ഇങ്ങനെ ഇരിക്കാം. അവിടേക്ക് അങ്ങോട്ട് ഇരിക്കാം. നൂറ് കൂട്ടം തിരക്ക് ഒഴിവുണ്ടായിട്ടില്ല. പക്ഷെ കാര്യമല്ലേ, വരാണ്ട് വയ്യാലോ. കേട്ടോ മുല്ലശ്ശേരി, ശരിയായ ചിട്ടവട്ടങ്ങളോടെ വിചാരണ നടത്തണമെങ്കിൽ സ്മാർത്തനായി ചെറുകന്നിയൂർ വലിയ പട്ടേലിനെ വരണമെന്ന് ഞാനാ പറഞ്ഞേ. അത് നന്നായി. വന്നൂലോ. പാലക്കുന്നത്തപ്പന് ഇനി സമാധാനായിട്ടിരിക്കാം. എന്ത് സമാധാനാ ഒതുക്കോൻ? വാരവും പൂരവും നടക്കണയിടത്ത് നമ്പൂരാര് കൂടുമ്പോ ഇനി വെടിവെട്ടത്തിന് വേറെ വിഷയം വല്ലതും വേണോ? നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്റെ കാലത്ത് ഇങ്ങനെ ഒരു ദുർഗതി വന്നൂല്ലോ ഭഗവാനെ. അങ്ങനെ വിചാരിക്കണ്ട. ധർമ്മം പാലിക്കണ കാര്യങ്ങളിലും പാലക്കുന്നത്തപ്പം വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് ഭൂമി മലയാളം മുഴുവൻ പറയും. വേറെന്താ? അതല്ലേ വേണ്ടത്. മംഗലാംകുന്നിന്റെ കാര്യം സംശയ വരില്ല. മാമ്പറ്റ രാമനും വരുതിക്കര നീലാണ്ടനും എത്താന്നാ പറഞ്ഞത്. മഴേ മോനിൽ കുറെ തന്നെ ഉള്ളു ശാസ്ത്രം. ദാസിപ്പെണ്ണിനെ നടപടിക്രമം ഒന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും. മുല്ലശ്ശേരിക്കറിയാലോ. നല്ല വശമുണ്ട്. ഉണ്ണേ, പെണ്ണിനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എവിടെയെങ്കിലും വിളിക്കുക. മുല്ലശ്ശേരി നടപടിക്രമം പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താ കാപ്പി പലഹാരം കഴിച്ചിട്ടാവാം. കൊള്ളിട്ടേവാരം കഴിയട്ടെ. കഴിയട്ടെ. വരാം. ഇയാളുടെ താഴെയുള്ള ആളല്ലേ സഭക്കാരുടെ കൂടെ? കുഞ്ചുണ്ണി. നമ്പൂരിയെ മനുഷ്യനാക്കാൻ നടക്കുന്ന സംഘത്തില് ആ താഴത്തെ പട്ടേല് കഴിഞ്ഞാൽ പിന്നത്തെ പ്രമാണി ഇയാളാത്രേ. ഇവിടെ ഉണ്ട്. അവരുടെ കടലാസുകൾ കണ്ടുണ്ടോ? ശിവ ശിവ. താഴെയുള്ളവർക്കും സ്വജാതി എന്ന് വേളി കഴിക്കണമെന്നാ ഇപ്പൊ വാശി. അതിലും പ്രധാനം വേറെന്നാ അറിയോ? നമ്പൂരാരെ ഒന്നിലധികം വേളി കഴിക്കുന്നതിനാണ് ഭയങ്കര ചീത്ത. മുഖത്താട്ടണം. ഞാൻ 3 വേളി കഴിച്ചു, 2 സംബന്ധവും. താനായ ഇനി ഒപ്പിക്കും ചെയ്യും. പാടില്ല എന്ന് പറയാൻ ഇവരാരാ? അപ്പോ തുടങ്ങണത് രാവിലെ തേവാരം കഴിഞ്ഞ ഓണം തുടങ്ങിക്കളയാ. അപ്പളേ സാധനം എവിടെ ഉണ്ട്? ഒരപ്പരയില്. എത്ര വെച്ചിട്ടാ ഭക്ഷണം എടുക്കുക? ഇത്തിരി എന്തെങ്കിലും കഴിക്കൂ. പാട്ടിത്തലയ്ക്ക് ഇതൊന്നും അത്ര സാരില്ല. ഒന്ന് മുറുക്കി തുപ്പണമെങ്കിൽ എളുപ്പത്തിൽ കഴിയുന്ന എല്ലാരും പറയണേ. സന്ധ്യക്ക് പോയി വെളിച്ചാവണതിന് മുമ്പ് വന്നാ ആരും അറിയാനും പോണില്ല. അടിയും പറയണത് കേൾക്കണം. പിന്നെ എന്ത് വിചാരണ ഇവര് നടത്തുക? വേറെ ആരും ഇതിനകത്ത് വരരുതെന്നാ നമ്പൂരാര് പറഞ്ഞത്. നിനക്ക് എന്താ ഇവിടെ കാര്യം? മാധോ കഴിച്ച പാത്രം എടുക്കാൻ വന്നതാ. അതിന് ഞാനുണ്ട്. കുളങ്ങരയിലോ പുറത്തോ പോണമെന്നുണ്ടോ?
കൊളപ്പര മാളികയില് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ നോക്കിയോൻ? പായും തലേണ ഒരു 4 എണ്ണം കൂടി വെപ്പിച്ചോളോ. പരിചയക്കാരും ചിലർ വരില്ലോ. ഇതാ വരുന്നുണ്ട്. വക്കാണത്തിനാണ് ഭാവിച്ചാൽ പട്ടേരി ആയിരിക്കും സ്മാർത്തന്റെ വേഷം കെട്ടുന്നത്. ഇതൊക്കെ വിചാരണക്കാരും. വിചാരണക്കാരുണ്ട്, വിരുന്നുകാരും ഉണ്ട്. അപ്പൻ ഇവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ദൂരത്ത് കളപ്പുരകൾ ചിലതില്ലേ, അതിലൊന്ന് ഒഴിവാക്കി അങ്ങോട്ട് മാറ്റിക്കൂടെ? അവർക്ക് അവകാശപ്പെട്ടതൊക്കെ കെട്ടിബോധിച്ചു എന്ന് ഒപ്പിടിച്ചാൽ മതിയല്ലോ. വളരെ എളുപ്പം. ഈ പൊറാട്ട നാടകം എന്തിന്? പാലക്കുന്നത്തെ പ്രശസ്തി ഇനിയും പെരുപ്പിക്കാനോ? നിയമം എന്നെ പഠിപ്പിക്കാൻ കോടതി പോയ ആളല്ലേ. നമ്പൂരാരുടെ നിയമം ഞാൻ പറഞ്ഞു തരാം. ദോഷം തെളിച്ച് പടിയടച്ച് പുറത്താക്കിയാ പിന്നെ സ്വത്തിന് അവകാശമില്ല. അതിപ്പോ വേണേ പഠിച്ചോളൂ. ഭരിക്കുന്നതേ 6-ാം ജോർജ് ആവും. പക്ഷെ ധർമ്മം പാലിക്കേണ്ട നിയമങ്ങളൊന്നും നമ്പൂരി സമുദായം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ആ അതും പഠിച്ചോളൂ. കുറ്റം ചെയ്തൊന്ന് ബോധ്യാണല്ലോ, പിന്നെ എന്തിനു വിചാരണ? അതോ കുറ്റക്കാരാരൊക്കെയാണെന്ന് വ്യവസ്ഥയായിട്ട് അറിയാൻ തന്നെ. വേട്ട നമ്പൂരി മരിച്ച് 3 കൊല്ലം കഴിഞ്ഞ ഒരാത്തയന്മാർക്ക് തനിയെ ഗർഭുണ്ടാവോ? ഭ്രഷ്ടായാൽ ആരായാലും പുറത്ത്. 7-1 അവകാശമുള്ള ആളായാലും പുറത്ത്. ദോഷം വന്ന സാധനത്തിന് സംഘക്കാരുടെ സാഹിത്യം പഠിപ്പിച്ചിരുന്നത് ഇയാളായിരുന്നു അത്രേ. സാഹിത്യം മാത്രമാണോ പഠിപ്പിച്ചത്? അതും അറിയണം. നിർത്തുക, അവിടെ നിർത്തുക. കൂടുതൽ വേണ്ട. വിചാരണയിലെല്ലാം പുറത്തു വരുമല്ലോ. ഇങ്ങട് ഇങ്ങട് ഇങ്ങട്. നീ ഏതാ പെണ്ണെ? അടിയൻ ഈ ഇല്ലത്തെ പണിക്കാരത്തി. ആരാ അകത്ത്? ഇല്ലത്തെ ചെറിയ ആത്യമാര്, ഛ, മരിച്ച വല്യമ്പൂരുടെ ആത്യമാര്. പാലക്കുന്നത്ത് നമ്പൂരി 4 വേളി കഴിച്ചു അല്ലേ? മൂത്താള് മരിച്ചു. ഇത് ചെറിയ ആത്യമാര് കിഴക്കേടത്തിന് കൊണ്ടുവന്ന. അങ്ങനെ വരട്ടെ. കിഴക്കേടത്ത് മനക്കൽ നിന്ന് 4-ാം വേളിയായി കൊണ്ടുവന്ന ഉണ്ണിമായ അന്തർജനം അല്ലേ? ശരിയല്ലേ? അവര് തന്നെ. അതെന്തേ പെണ്ണെ അകത്തുള്ള ആൾ ഓരപ്പരയിലിരിക്കണേ? എന്തിനാ ഈ അഭിനയം? ഒരാവശ്യമില്ലാണ്ട് വേണം. അങ്ങനെ അതിന്റെ നിയമം. ഇദ്ദേഹത്തിന് ആ പഴയ ചിട്ടയൊന്നും തെറ്റിക്കരുതെന്ന് നിർബന്ധമുണ്ട്. കാര്യം ക്രോപ്പും കടക്കലും പരിഷ്കാരമൊക്കെ ഉണ്ടെങ്കിലും. ചോദിച്ചത് കേട്ടില്ലേ? അകത്തുള്ള ആളുടെ സ്ഥാനം ഒരപ്പരയിലാണോ പെണ്ണെ? അതിന് ഒരു ദോഷം വന്നിരിക്കുന്നു. പെണ്ണ് തെറ്റാതെ പറയണുണ്ട്. മോശല്യ. ദോഷച്ച പല വിധത്തിലാവാം. തീണ്ടല്, തൊടല്, തീണ്ടിയത് തിന്നല്. ഇവിടെ എന്താ പറ്റിയെന്ന് നിനക്ക് അറിയോ പെണ്ണെ? അതിന് 4 മാസം വയറ്റിലുണ്ട്. എന്നുവെച്ചാ ഗർഭം വിധവ ഗർഭിണിയായി എന്നതാണ് ഇവിടെ സംഭവിച്ച ദോഷം. അപ്പൊ നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയാതെ വയ്യല്ലോ. ദാ ഇപ്പറഞ്ഞ കുറ്റം സമ്മതിക്കുന്നുണ്ടോന്ന് ചോദിക്കുമെണ്ണേ. എന്നിട്ട് സാധനം പറയുന്ന മറുപടി അക്ഷരം വിടാതെ ഇങ്ങോട്ട് പറഞ്ഞണം. മറുപടി നേരിട്ട് പറയില്ല എന്ന് നിയമമുണ്ട്.
ഒന്നും പറഞ്ഞില്ല. മര്യാദയ്ക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ കഷ്ടപ്പെടാതെ കഴിയും. അതും പറഞ്ഞു കൊടുത്തേക്ക്. ഉം. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയണില്ല. മിണ്ടാപ്പൂതം. മിണ്ടാപ്പൂതങ്ങളെ മിണ്ടിക്കാനുള്ള വഴികളും വശമുണ്ട്. കുടിവെള്ളം കൊടുക്കണ്ട. ദാ അത്രയ്ക്കയ്യോ? ആ ശരി, ചെറുതായിട്ട് ഓരോ പ്രയോഗങ്ങൾ തുടങ്ങാം, തെറ്റില്ല. അപ്പോ ഇന്ന് മതിയാക്കല്ലേ? ആ ഓദിക്കനല്ലേ ആവക്കോയ്മയുടെ സ്ഥാനത്ത് ഊണിന്റെ ഏർപ്പാട് നേരത്തെ നോക്കിക്കോളൂ. ആരാ ദഹരണത്തിന്? നമ്മുടെ ശുപ്പാമണി കേവന. ഹായ്, വരിക വരിക. നമഃ ശിവായ, 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 നമഃ ശിവായ. വൈദ്യന്മാരാരെങ്കിലും ഈ അവസ്ഥയിൽ കിഴക്കിടത്തിനോട് ഒന്നും പറയാൻ വയ്യല്ലോ. ഞാൻ ഓടി വന്നത് വരാതെ തന്നെ വിവരം കിട്ടി. അപ്പ വീണതാണ് അച്ഛൻ. കിടക്കുന്നത് കണ്ടില്ലേ? വിചാരണ നടത്തി പുറത്താക്കാൻ കാത്തു നിൽക്കണോ വാസേവൻ? വിചാരണ നടത്തുന്നത് ഒരു മനുഷ്യജീവിയാണെന്ന് കരുതാറില്ല. ഈ ധർമ്മശാസ്ത്രത്തിൽ പ്രതിയെപ്പറ്റി പറയുന്നത് തന്നെ സാധനമെന്നല്ലേ? ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നത് എന്തിനാ കുഞ്ചുണ്ണി? പുറത്താക്കുന്നത് വരെ നിൽക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ. ഇങ്ങോട്ടോ? ഈ പടി ചവിട്ടിയാൽ ഞാൻ. അവരിവിടെ ജനിച്ചു വളർന്നതല്ലേ? ഒരു തെറ്റ് പറ്റി എന്ന് വെച്ച് സ്വന്തം അനുജത്തി അല്ലാതാവില്ലല്ലോ വാസവൻ. അല്ല, എന്റെ ആരുമല്ല. അങ്ങനെ ആയിരുന്നു എന്നുള്ളത് എന്റെ മഹാശാപം. ഇതറിഞ്ഞ മുതൽ ശാന്തിപ്പണിക്ക് ഞാൻ പോയിട്ടില്ല കുഞ്ചുണ്ണി. അറിയോ, ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യാത്ത സ്ഥിതി വരുത്തി വെച്ചില്ലേ ഒരുമ്പെട്ടോട്. ഈ ഇല്ല തകർന്ന് പിറന്നത് മുജ്ജന്മത്തിലെ ശാപമുണ്ടാവും. 4 ആൾ അറിയും മുമ്പ് തല്ലിക്കൊന്ന് വല്ല കുളത്തിലോ കിണറ്റിലോ ഇടായിരുന്നില്ലേ അശ്രീകരത്തിന്? കുഞ്ഞത്തോലെ ഉറങ്ങാണോ? അടിയനാണ് മാധു. അടുക്കളയിലും നെടുമ്പരയിലും ഒക്കെ നമ്പൂരാരാ. ഇതിലെത്തിരി കുഴച്ചാവില്ല. കുറച്ച് വെള്ളം കിട്ടിയ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് ഏട്ടത്തിമാരറിഞ്ഞ മാധുവിന് കേസാവും. ചെറിയാള് മാത്രമേ ഉള്ളൂ അത്ത്, മറ്റൊരൊക്കെ പോയില്ലേ. അവരെ അത് തന്നത്. ചെറിയ എടുത്തിയോ? അതിന് വലിയ സങ്കടമുണ്ട്.